പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ പൂജാ സമ്പ്രദായങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇത്ര വിപുലമായ സംവിധാനങ്ങൾ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിൻ്റെ ആദ്യം പറഞ്ഞാൽ 8.5 യോഗം എന്ന് പറയുന്ന ഒരു ഭരണസമിതിയുടെ നിയന്ത്രണത്തിലായിരുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രം. 8.5 യോഗം എന്ന് പറയുന്നത് അതിൻ്റെ പൂർവ്വരൂപം എന്ന് പറയുന്നത് തിരുവനന്തപുരം സഭ അല്ലെങ്കിൽ തിരുവനന്തപുരം സഭ. ഈ തിരുവനന്തപുരം സഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നിർവാഹക സമിതിയാണ് 8.5 യോഗം എന്ന് പറയുന്നത്. ആ 8.5 യോഗത്തിനകത്ത് തന്നെ അതിലെ അംഗങ്ങളുണ്ട്. നെയ്തശ്ശേരി, കൂപക്കര, അതുപോലെ കൊല്ലൂർ അത്തിയറ, അതുപോലെ വഞ്ചിയൂർ അത്തിയറ, കരുവ, മുട്ടവിള. ഇത്രയും ബ്രാഹ്മണ കുടുംബങ്ങളാണ് ഈ 8.5 യോഗത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. അതുകൂടാതെ കരണത്താൻ കുറുപ്പ് എന്ന് പറയുന്ന അക്കൗണ്ടൻറ്റ്, അയാളൊരു നായർ ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അദ്ദേഹവും ഈ ഭരണസമിതിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ ശ്രീകാര്യം ചുമതല ഉള്ളയാളുണ്ട്. അത് പൊൻകൊണ്ണാൻ കുഴി അനിരുദ്ധൻ എന്ന മാറാപ്പേരോട് കൂടിയ ഒരു ശ്രീകാര്യം നോക്കുന്ന ഒരു കുടുംബം, അവരും കൂടി ഉൾപ്പെടുന്നതായിരുന്നു ഈ 8.5 യോഗം എന്ന് പറയുന്ന സമിതി. ഈ അര എന്ന് പറഞ്ഞാൽ ഹാഫ് എന്നുള്ള അർത്ഥമല്ല, 8 പേര് ചേർന്ന അരജൻ്റെ യോഗം. എന്നാൽ അരജൻ ഈ സമിതിയിൽ അംഗവുമല്ല. ഈ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാരാണ്. അതായത് സന്യാസിയാണ്, നമ്പൂതിരി സന്യാസിയായിരിക്കും. അവർ തൃശ്ശൂരിലുള്ള ശങ്കരാചാര്യരുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സന്യാസിമാർ തൃശ്ശൂരിൽ ഉണ്ട്. അവരെ എല്ലാവരും കൂടി ചേരുമ്പോൾ ബ്രഹ്മസ്വം മഠം എന്ന് പറയും. ആ ബ്രഹ്മസ്വം മഠത്തിൽ തന്നെ തെക്കേ മഠമുണ്ട്, നടുവിൽ മഠമുണ്ട്, വടക്കേ മഠമുണ്ട്, ഇങ്ങനെ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഇപ്പോൾ വടക്കേ മഠത്തിനാണ് ബ്രഹ്മസ്വം മഠം എന്ന് പറയുന്നത്. ഇതിൽപ്പെട്ട നടുവിൽ മഠത്തിലെ സ്വാമിയാരാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലിക്കായിട്ട് എത്താറുണ്ടായിരുന്നത്. ഇദ്ദേഹമാണ് ഈ 8.5 യോഗത്തിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ രാജാവ് പലപ്പോഴും 8.5 യോഗത്തിൽ വന്നിരിക്കും, പക്ഷേ രാജാവ് അതിലെ സമിതിയിലെ അംഗമല്ല. രാജാവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കോയ്മ ആണ്. അദ്ദേഹത്തിന് ഓവറോൾ ഹെഡ്ഷിപ്പുണ്ട്. അവിടെയും ഈ വേണാടിന് അന്ന് പല ശാഖകളുണ്ട്. അതിന് ചിറവ എന്ന് പറഞ്ഞൊരു ശാഖയുണ്ട്, തൃപ്പാപ്പൂർ എന്ന് പറഞ്ഞൊരു ശാഖയുണ്ട്, അതുപോലെ ഇളയിടം എന്ന് പറഞ്ഞൊരു ശാഖയുണ്ട്, ദേശിങ്ങനാട് മറ്റൊരു ശാഖ, അത് പേരകം എന്നൊരു ശാഖ. അതിൽ പെട്ട തൃപ്പാപ്പൂർ ശാഖയ്ക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അകക്കോയ്മ. അതായത് അതിന് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആൻസറബിൾ ആയിരിക്കണം. ആരോട്? തൃപ്പാപ്പൂർ മൂപ്പനോട്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് തൃപ്പാപ്പൂർ മൂത്ത തിരുവടി എന്നാണ്. പക്ഷേ സംഭാഷണ ഭാഷയിൽ അദ്ദേഹത്തെ തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന് പറയും. തൃപ്പാപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെയുണ്ട്, അത് ശ്രീകാര്യത്തിനടുത്താണ്. ഒരു പക്ഷേ അവിടെ ആയിരുന്നിരിക്കണം അവരുടെ ആസ്ഥാനം. പക്ഷേ നമുക്ക് ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ തൃപ്പാപ്പൂർ മൂപ്പന്മാരൊക്കെ താമസിച്ചിരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ തെക്ക് വശത്തോ അല്ലെങ്കിൽ വടക്ക് വശത്തോ, അതല്ലെങ്കിൽ വടക്ക് കിഴക്ക് വശത്തോ ഒക്കെ ആയിട്ടായിരിക്കും ഈ തൃപ്പാപ്പൂർ മൂപ്പന്മാർ താമസിക്കുന്നത്. എന്നാൽ ഈ ഉത്സവം വരുമ്പോഴേക്കും അവിടെ ആദ്യം കാണിക്കയിടേണ്ടത് ചിറവ മൂത്ത തിരുവടി ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത് കാണിക്കയിടേണ്ടത് ഈ പറയുന്ന നടുവിൽ മഠം സ്വാമിയാർ ആണ്. മാർത്താണ്ഡവർമ്മയുടെ കാലമായപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ ഒരു പുഷ്പാഞ്ജലി സ്വാമിയാർ മാത്രം പോരാ, മറ്റൊരു സ്വാമിയാരും കൂടി വേണം. അപ്പം മറ്റേ സ്വാമിയാർ ഒക്കെ ഉള്ള അധികാരങ്ങളൊന്ന് നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശമാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അത് അദ്ദേഹം തുറന്നു പറഞ്ഞില്ല. അതിന് പകരം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ 6 മാസത്തെ ഒരു തവണ വെച്ചിട്ട് ആ തവണയിൽ അദ്ദേഹത്തിനെ പുഷ്പാഞ്ജലി സ്വാമിയാരാക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പിന്നീട് ഒരു 6 മാസം വിശ്രമം. ആ സമയത്ത് രണ്ടാമത്തെ ഒരു മഠത്തിൽ നിന്ന് ഒരു പുഷ്പാഞ്ജലി സ്വാമിയാരെ അവരോധിക്കുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം ഒരു മഠം ഇതിനായിട്ട് സ്ഥാപിച്ചു.
ആ മഠത്തിൻ്റെ പേര് മുഞ്ചിറ മഠം എന്നാണ്. ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ് മുഞ്ചിറ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അവിടെയായിരുന്നു ഈ മഠത്തിൻ്റെ ആസ്ഥാനം. ഇന്ന് അവിടെയൊക്കെ താമസിക്കാൻ തന്നെ സന്യാസിമാർ വേണ്ടതുപോലെ ഇല്ല. അത് കൂടാതെയും ചെറിയ ചെറിയ 2 സംസ്ഥാനങ്ങളായി. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ആ മഠമൊന്നും അന്യാധീനപ്പെട്ട് പോയിട്ടില്ല. ഈ മുഞ്ചിറ മഠത്തിലേക്ക് സന്യാസിമാരെ വാസ്തവത്തിൽ കൊണ്ടുവന്നത് തവനൂരിൽ നിന്നായത്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തവനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അവിടെ തവനൂരിലൊരു മഠം ഉണ്ടായിരുന്നു. ആ മഠത്തിനെ 2ആയിട്ട് പിരിച്ച് അതിൽ നിന്ന് കുറേ ആളുകളെയാണ് മാർത്താണ്ഡവർമ്മ മുഞ്ചിറയിലേക്ക് വന്നത്. എന്നിട്ട് ഇവരുടെ കീഴിൽ ഒരുപാട് ക്ഷേത്രങ്ങളും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ഒക്കെ ഭാഗങ്ങളിലായിട്ട് പല മലബാറിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഈ നടുവിൽ മഠം സ്വാമിയാരുടെ കീഴിൽ തന്നെ ഏതാണ്ട് 50ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ മുഞ്ചിറ മഠം സ്വാമിയാരുടെ കീഴിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരു 30ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വലിയ പണ്ഡിതന്മാരായിരിക്കും ഈ പറയുന്ന സ്വാമിയാരന്മാരെന്ന് പറയുന്നത്. അവർ എല്ലാ കാര്യങ്ങളിലും ഒരു രാജ്യഭരണത്തിൽ തന്നെ രാജാക്കന്മാർക്ക് തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളായിരുന്നു ഈ പുഷ്പാഞ്ജലി സ്വാമിയാരന്മാർ. അവരെ പറ്റിയൊക്കെ നമ്മുടെ മതിലകം ഗ്രന്ഥവരികളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്.